ആൽഫ ഗ്ലാസ് ട്രസ്റ്റ് കേസിൽ ബൈജു രവീന്ദ്രൻ $1 ബില്യൺ അടയ്ക്കണമെന്ന് US കോടതി ഉത്തരവ്. ബൈജുവിന്റെ ആൽഫയും US ആസ്ഥാനമായുള്ള വായ്പാദാതാവായ ഗ്ലാസ് ട്രസ്റ്റ് കമ്പനി LLCയും സമർപ്പിച്ച ഹർജിയുടെ അടിസ്ഥാനത്തിലാണിത്. നവംബർ 20 പുറപ്പെടുവിപ്പിച്ച വിധിന്യായത്തിൽ ബൈജു രവീന്ദ്രൻ ഉത്തരവ് പാലിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും നിരവധി തവണ ഒഴിഞ്ഞുമാറൽ തുടർന്നുവെന്നും ഡെലവെയർ കോടതി കണ്ടെത്തി. ബൈജൂസിന്റെ മാതൃകമ്പനിയായ തിങ്ക് ആൻഡ് ലേൺ പ്രൈവറ്റ് ലിമിറ്റഡിന് US ആസ്ഥാനമായുള്ള വായ്പാ സ്ഥാപനങ്ങൾ $100 കോടി വായ്പ നൽകിയിരുന്നു. വായ്പാ നിബന്ധനകൾ ലംഘിച്ചെന്നും 53.3 കോടി വായ്പാ തുക അനധികൃതമായി അമേരിക്കയ്ക്ക് പുറത്തേക്ക് കടത്തിയെന്നുമാണ് ഗ്ലാസ് ട്രസ്റ്റ് ആരോപിച്ചിട്ടുള്ളത്. കോടതിയലക്ഷ്യ നടപടിയും ബൈജു രവീന്ദ്രനെതിരെ ചുമത്തിയിട്ടുണ്ട്. ഗ്ലാസ് ട്രസ്റ്റിന് കോടതിയിൽ നിന്ന് ലഭിച്ച അനുകൂല ഉത്തരവ് അറിഞ്ഞിട്ടും ബൈജു രവീന്ദ്രൻ ഇത് അവഗണിച്ചു. എന്നാൽ ഉത്തരവിനെതിരെ അപ്പീൽ നൽകാനാണ് ബൈജു രവീന്ദ്രന്റെ തീരുമാനം. ബൈജു രവീന്ദ്രൻ നിലവിൽ പാരീസിലാണുള്ളത്. തന്റെ ഭാഗം ന്യായീകരിക്കാനുള്ള അവസരം തനിക്ക് ലഭിച്ചില്ലെന്നും ഗ്ലാസ് ട്രസ്റ്റ് കമ്പനി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും ബൈജു രവീന്ദ്രൻ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.